നൈരുച്യം തനുശോഷണം മലമയി ശയ്യാച്ച സാമ്പൽസരി. എന്നെ ഗർഭം ചുമന്നപ്പോ അമ്മക്ക് ഭക്ഷണത്തോട് രുചിയില്ലായ്മ തോന്നിയിരുന്നില്ലേ? അമ്മ മെലിഞ്ഞു പോയിരുന്നില്ലേ? അമ്മ മലമൂത്രത്തെ കിടക്കയാക്കിയില്ലേ എന്ന് ശ്രീശങ്കരൻ തന്റെ അമ്മയോട് ചോദിച്ചത് ഈ കേരളത്തിലാണ്. പാവപ്പെട്ട വാപ്പ, പാവപ്പെട്ട ഉമ്മ, മകനിങ്ങനെ സ്റ്റൈലായിട്ട് വീട്ടിൽ ഇങ്ങനെ ഇറങ്ങിപ്പോവാണ്. സ്റ്റൈലായിട്ട് കുപ്പായൊക്കെ ഇട്ട് രാവിലെ നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. അവിടെ ബാപ്പ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്, കഫം തുപ്പുന്നുണ്ട്. താങ്ങിയിരുത്തുവോ? നിങ്ങൾ കാശ് കൊടുക്കും, താങ്ങിയിരുത്തൂല. താങ്ങിയിരുത്താനൊരർപ്പ, അത് നിങ്ങളെ സ്റ്റൈലിന് പറ്റില്ല. ആർക്ക് വേണം നിങ്ങളെ പണം? ആ മനുഷ്യനപ്പം ആവശ്യം നിങ്ങളെ കൈത്താങ്ങാണ്. നിങ്ങൾ കഞ്ഞി കോരി കൊടുത്താൽ സന്തോഷിക്കും, നിങ്ങൾ നെറ്റി തലോടി കൊടുത്താൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. എന്റെ മോന്, എന്റെ കുട്ടി, എന്റെ ചോര എന്നോർക്കൂ, പറയില്ല, ഉള്ളിലോക്കും. എന്റെ മോൻ എന്നെ താങ്ങി. കാലം മാറിപ്പോയി, വളരെ മാറി. മനുഷ്യന്റെ സ്വഭാവം മാറി, ചെറുപ്പക്കാരുടെ രീതി മാറി, മുതിർന്നവരുടെ രീതി മാറി, ആണുങ്ങളുടെ രീതി മാറി, പെണ്ണുങ്ങളുടെ രീതി മാറി. അങ്ങാടികൾക്ക് മാറ്റം, ഗ്രാമങ്ങൾക്ക് മാറ്റം, വീടുകളിൽ മാറ്റം. മാതാപിതാക്കളെ മാറോട് ചേർക്കണം. ആ ഓർമ്മകൾ നമുക്ക് തണലാകണം, നിഴലാകണം. മക്കള് മാതാപിതാക്കളെ കൊല്ലുന്ന കാലം, അവരെ വൃദ്ധസദനത്ത് കൊണ്ടുപോയിട്ട് അടക്കുന്ന കാലം, സ്നേഹശൂന്യതയുടെ കാലം, സ്നേഹനിരാസത്തിന്റെ കാലം. വീടുകൾക്കകത്ത് ഇരുട്ട് കട്ട പിടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചം പുറത്താണ്, വീടുകൾക്കകത്ത് കൂരിരുട്ടാണ്. കൂരിരുട്ട്. എല്ലാ ജാതിയും സമുദായവും ഇതിനെതിരെ നിലകൊള്ള മനുഷ്യത്വം കൊണ്ടുവരാൻ നോക്കുക, നൈതിക മൂല്യങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. ഇതൊരു പ്രത്യേക സമുദായമോ ഒരു പ്രത്യേക മതോ ഒന്നും അല്ലാതെ എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ചു നിൽക്കുക എത്തിക്സിന് വേണ്ടി. മാതാവിനെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരവസ്ഥ വരട്ടെ, പിതാവിനെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരവസ്ഥ വരട്ടെ. ചിന്തിക്കണം. 9.5 മാസം ഗർഭത്തിൽ കിടന്നപ്പോ പാവപ്പെട്ട സ്ത്രീ കമഴ്ന്ന് കിടന്നപ്പോ പറഞ്ഞു, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും. നിങ്ങളും ഞാനും ഗർഭത്തിൽ കിടന്നപ്പോഴേ ഉമ്മ പറഞ്ഞ വാക്കാണ്. കമഴ്ന്ന് കിടന്നപ്പോ ഉമ്മ പറഞ്ഞു, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റും. അപ്പൊ കമഴ്ന്ന് കിടക്കണം. മലർന്ന് കിടന്നാലോ എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റും. ചെരിഞ്ഞിടന്നാലോ അന്നും വേണമായിരുന്നു കുട്ടിക്ക് ഊർജം, അന്നും വേണമായിരുന്നു ആഹാരം, അന്നും വേണമായിരുന്നു ശ്വാസം. മാതാവിന്റെ ചോരയിൽ നിന്ന് അതൊക്കെ വലിച്ചു കുടിച്ചു. ഇപ്പൊ വലിയ യോഗ്യനായി മാറിയവൻ 9.5 മാസം പാവപ്പെട്ട ഉമ്മയുടെ രക്തത്തിൽ നിന്ന് ആഹാരം സ്വീകരിച്ചു, ഊർജം സ്വീകരിച്ചു. പാവപ്പെട്ട ഉമ്മയുടെ എല്ലാ മതത്തിലും സമുദായത്തിലും മാതാവിനെ പറഞ്ഞിരിക്കണം. നൈരുച്യം തനുശോഷണം മലമയി ശയ്യാച്ച സാമ്പൽസരി. എന്നെ ഗർഭം ചുമന്നപ്പോ അമ്മക്ക് ഭക്ഷണത്തോട് രുചിയില്ലായ്മ തോന്നിയിരുന്നില്ലേ? അമ്മ മെലിഞ്ഞു പോയിരുന്നില്ലേ? അമ്മ മലമൂത്രത്തെ കിടക്കയാക്കിയില്ലേ എന്ന് ശ്രീശങ്കരൻ തന്റെ അമ്മയോട് ചോദിച്ചത് ഈ കേരളത്തിലാണ്. അമ്മേ, എന്നെ ഗർഭത്തിലായിരുന്നപ്പോ നൈരുച്യം, അമ്മക്ക് ഭക്ഷണത്തിന് രുചിയില്ലായ്മ തോന്നിയിരുന്നോ? തന്നു ശോഷണം. എന്നിട്ട് അമ്മ മെലിഞ്ഞിരുന്നു. അമ്മ മലമയി ശയ്യാച്ച, എന്റെ മലമൂത്രത്തെ അമ്മ കിടക്കാക്കിയിരുന്നോ? ശയ്യ, മലമയി ശയ്യാച്ച, എന്റെ മലമൂത്രത്തെ അമ്മ കിടക്കാക്കിയില്ലേ? അതിലല്ലേ അമ്മ കിടന്നിരുന്നത്? അമ്മേ, ഒരു കാലത്തും എനിക്കതിന് നന്ദി ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു മകനെ നൊന്തുപെറ്റ നാടാണ് ഈ കേരളം എന്നുള്ളത് ഓർക്കണം. 9.5 മാസം മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ഒരു കേബിൾ വയറിട്ടു സർവശക്തനായിട്ടുള്ള കാരുണ്യവാൻ. കേബിൾ വയറെടുത്തു, വയറ്റത്തേക്ക് കുത്തി, മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുത്തു. ഉമ്മ കഴിക്കണ കഞ്ഞി, ഉമ്മ കഴിക്കണ ചോറ്, ഉമ്മയും അമ്മയും കഴിക്കണ വെള്ളം, ഉമ്മ കഴിക്കണ ചക്കക്കൂട്ടാൻ. ഇന്നവന് ചക്കയോട് പുച്ഛാണ്, ഇന്നവന് കഞ്ഞിയോട് പരമപുച്ഛമാണ്. അവൻ 9.5 മാസം നിലനിർത്തിയത് ആരോഗ്യവും ആഹാരവുമാണ്.
ജനിച്ചപ്പോ വയറ്റുന്നൊരു നാരുമായിട്ട് ജനിച്ചു. കാണാൻ നല്ല സ്റ്റൈലുള്ള കുട്ടി, പക്ഷെ സ്റ്റൈലില്ലാത്തൊരു സാധനം. അതെന്താ? വയറ്റത്ത് ഒരു നാര്. അതാ കേബിൾ വയറിന്റെ ബാക്കിയാണ്. മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ആഹാരം വലിച്ചു കൊടുക്കാൻ കാരുണ്യവാനായിട്ടുള്ള സൃഷ്ടാവ് ഏർപ്പെടുത്തിയ സംവിധാനം ജനിച്ചപ്പോൾ ഒരു നാരോടുകൂടി ജനിച്ചു. പിന്നെ ആ നാര് ഉണങ്ങിപ്പോയി. നാര് ഉണങ്ങിപ്പോയപ്പോഴും അതിന്റെ പാട് ബാക്കിയായി. പൊക്കിൾക്കുഴി. മാതാവിനെ ചവിട്ടാൻ നീ കാലോങ്ങുമ്പോ, കൊല്ലാൻ കഴുത്ത് മുറുക്കുമ്പോ നിന്റെ നാഭിയിലിരുന്ന് നിന്റെ പൊക്കിൾക്കുഴി തേങ്ങിക്കരയണം എന്ന് സർവശക്തനായ കാരുണ്യവാൻ വിധിച്ചിരിക്കുന്നു. യോഗ്യനായ മകൻ സ്റ്റൈലിൽ പോകുമ്പോ ഒരു ചെറിയ ആഗ്രഹം പ്രകടിപ്പിച്ചു. മോനെ, നീ വരുമ്പോ എന്റെ മരുന്ന് കൊണ്ടോ എന്ന് ഞരക്കത്തിലും മൂളക്കത്തിലും വാപ്പ ചോദിച്ചു. മകനത് ഇഷ്ടമായി. നീ അവരോട് എന്ന് പോലും പറയരുത്. നീ അടിക്കുക നോവിക്കുന്നല്ല, നിന്റെ ഒരു വാക്ക് പോലും നൊന്തുപോകും. പറയരുത്, വിഷമുണ്ടാക്കരുത്, ഒരിക്കലും വിഷമിപ്പിക്കരുത്, മനസ്സ് വിഷമിപ്പിക്കരുത്. നിന്റെ എല്ലാ വാതിലും അടഞ്ഞു പോവും. നിന്റെ പിതാവും നിന്റെ മാതാവും വിഷമിച്ച നിന്റെ സകല വാതിലും അടഞ്ഞു പോവും. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളോടൊപ്പം പരിശുദ്ധ റസൂലിന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടട്ടെ.